പൗരത്വ ഭേദഗതി കേസുകൾ പിൻവലിക്കാൻ കേരള സർക്കാരിന് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ പ്രതിഷേധത്തെ തുടർന്ന് സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കാനുള്ള കേരള സർക്കാരിന്റെ തീരുമാനത്തിൽ വിശദീകരണം തേടി തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ്. തിരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തിയാണോ കേസുകൾ പിൻവലിച്ചത് എന്നത് സംബന്ധിച്ച് എത്രയും പെട്ടെന്ന് വിശദീകരണം നൽകണമെന്ന് സർക്കാരിനോട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടു. ശനിയാഴ്ച തന്നെ സർക്കാർ ഇത് സംബന്ധിച്ച് വിശദീകരണം നൽകിയേക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് CAA പ്രതിഷേധത്തെ തുടർന്ന് രജിസ്റ്റർ ചെയ്ത ഗുരുതരമല്ലാത്ത കേസുകൾ പിൻവലിക്കുമെന്ന് പ്രഖ്യാപിച്ചത്. മുസ്ലിം സംഘടനകൾ അടക്കമുള്ളവർ നിരന്തരം ആവശ്യമുയർത്തിയതിന് പിന്നാലെയായിരുന്നു സർക്കാർ കേസ് പിൻവലിക്കുമെന്ന് പ്രഖ്യാപിച്ചത്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ പ്രതിഷേധത്തെ തുടർന്ന് സംസ്ഥാനത്ത് 835 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ഇതിൽ ഗുരുതരമല്ലാത്ത 629 കേസുകൾ പിൻവലിക്കുമെന്നാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. ആവശ്യം ശക്തമായതോടെ ഗുരുതരമല്ലാത്ത കേസുകൾ പിൻവലിക്കുന്നത് സംബന്ധിച്ച നടപടികൾ വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ പോലീസ് സൂപ്രണ്ടുമാർക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു. എന്നാൽ ഇതിനെതിരെ സംസ്ഥാന BJP നേതൃത്വം രംഗത്തെത്തിയിരുന്നു. ഇത് പ്രത്യേക വിഭാഗത്തിന്റെ വോട്ട് ലക്ഷ്യം വെച്ചുള്ള നടപടിയാണെന്നും വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുമെന്നും സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞിരുന്നു. വിഷയവുമായി ബന്ധപ്പെട്ട് BJP തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുകയും ചെയ്തു. CAA വിരുദ്ധ കേസുകൾ പിൻവലിക്കാനുള്ള സർക്കാർ ഉത്തരവ് ഒരു വിഭാഗം ജനങ്ങളെ സ്വാധീനിക്കാനുള്ളതാണെന്ന് BJP തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് VV രാജേഷ് ആരോപിച്ചിരുന്നു. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ദിവസം സർക്കുലർ പുറപ്പെടുവിച്ചത് ഗുരുതര ചട്ടലംഘനമാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. മാർച്ച് 14 വൈകിട്ട് 3 മണിയോടുകൂടിയാണ് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നത്. ഇതിന് ശേഷമാണോ കേസുകൾ പിൻവലിക്കാനുള്ള തീരുമാനമുണ്ടായത് എന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കുക. മാർച്ച് 18 പൗരത്വ നിയമ ഭേദഗതി പ്രക്ഷോഭത്തിനെതിരായ കേസുകൾ പിൻവലിച്ച് സർക്കാർ ഉത്തരവിറങ്ങിയത്. ഗുരുതര സ്വഭാവമുള്ളതൊഴിച്ചുള്ള കേസുകൾ പിൻവലിക്കാൻ അനുമതി നൽകിയാണ് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവ്. എന്നാൽ പ്രസ്തുത കേസുകൾ പിൻവലിക്കുമെന്ന് മുഖ്യമന്ത്രി നേരത്തെ തന്നെ നിയമസഭയിൽ പ്രഖ്യാപിച്ചിരുന്നു.